നമസ്കാരം. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത കേസ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നില്ലായിരുന്നു. അത് വേറൊന്നുകൊണ്ടല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേഷൻസും കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. സുഗാതിനായിട്ടുള്ള അന്വേഷണം അവിടെ നടക്കുന്നുണ്ട്. പോലീസ് അങ്ങോട്ടേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു, ഇങ്ങോട്ടേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു എന്നൊക്കെ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒന്നും തന്നെ നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവും തന്നെ ഈ ഒരു കേസിൽ സംഭവിക്കാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വിഷയം എടുക്കാതിരുന്നത്. ഏതായാലും ഇന്ന് ചില വലിയൊരു നിർണായകം എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഏറ്റവും ഇതുവരെയുള്ള കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സൈൻ എന്ന് നമുക്ക് വേണമെങ്കിൽ അതായത് സുഗാന്തൻ ഇപ്പോഴും എവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ല. ആദ്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു കൃത്യമായിട്ട് എവിടെയാണെന്ന് അറിയാം, പക്ഷേ പോലീസ് തമ്മിലുള്ള ഒരു ഒത്തുകളിയാണോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സുഗാന്തനെ എവിടെയാണെന്ന് അവർക്കും അറിയില്ല എന്ന് തന്നെ തോന്നുന്നു. ഏതായാലും ഇപ്പോൾ അച്ഛനും അമ്മയും സുഗാന്തനെ കൈവിട്ടോ എന്നൊരു സംശയത്തിലേക്ക് വേണമെങ്കിൽ എത്താം. ഇപ്പോൾ അച്ഛനും അമ്മയും സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ? എന്തൊക്കെയാണ് ഏറ്റവും അപ്ഡേഷൻസ്? അതായത് ഇത് രാവിലെയോടുകൂടി പുലർച്ചയോടുകൂടി എന്തോ ബോധോദയം വന്ന പോലെയാണ് അച്ഛനും അമ്മയും മടുത്തിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നതും അവിടെ വന്ന് ഹാജരാകുകയും ചെയ്യുന്നത്. സത്യം പറഞ്ഞ പോലീസുകാർക്ക് അവിടെ എത്തിയപ്പോൾ ഏതോ രണ്ട് വൃദ്ധരായ ദമ്പതികൾ വരുന്നു എന്ന് മാത്രമേ കരുതിയുള്ളൂ. ഇത് സുഗാന്തിന്റെ അമ്മയും അച്ഛനാണെന്നും അറിയില്ലായിരുന്നു. ആദ്യം അവർ പറഞ്ഞാൽ ഞങ്ങൾ സുഗാന്തിന്റെ അമ്മയും അച്ഛനാണ്. ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ സുഗാന്തിന്റെ അമ്മയും അച്ഛനാണെന്ന് പറയുന്നു. അപ്പോൾ അവർക്ക് ആദ്യം ഒരു നിമിഷം എന്തോ എന്നാണ് ചോദിച്ചത്, എന്നുള്ള രീതിയിലായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ. അപ്പോൾ പിന്നെ അവർ വ്യക്തമായി പറഞ്ഞു സുഗാന്തിന്റെ IB ഉദ്യോഗസ്ഥനായ സുഗാന്തിന്റെ അമ്മയും അച്ഛനാണ് ഞങ്ങൾ എന്ന് പറയുകയുണ്ടായി. അതായത് മടുത്തു, ഒളിവ് ജീവിതം മടുത്തിട്ട് തന്നെയാണ് അവർ ഇറങ്ങിയത്. കാരണം അവർ കുറ്റക്കാരല്ല എന്നുള്ള ബോധം അവർക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോഴായിരിക്കണം ആരെങ്കിലും അഡ്വക്കേറ്റ് അടക്കമുള്ളവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. കാരണം ഈ ഒരു കേസിൽ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ കുറ്റക്കാരല്ല, നേരിട്ട് ഈ ഒരു കേസിൽ കുറ്റക്കാരല്ല. കാരണം ഈ പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചതോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടോ ഇയാളെ ഒളിവിൽ പോകാൻ സഹായിച്ചതോ അങ്ങനെയൊന്നും തന്നെ കുറ്റക്കാരല്ല. എന്നാൽ ചോദ്യം ചെയ്യും. നമുക്കറിയാം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ആൾക്കാരെയൊക്കെ തന്നെ മൊഴിയെടുക്കാനായി വിളിപ്പിക്കും, അങ്ങനെ ചോദ്യം ചെയ്യും. കസ്റ്റഡിയിൽ ഏതായാലും എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇവർ വന്ന് അഡ്മിറ്റ് ചെയ്യുകയാണ്, ഞങ്ങളാണ് സുഗാന്തിന്റെ അമ്മയും അച്ഛൻ എന്ന് പറയുമ്പോൾ ആദ്യം ചോദ്യം സുഗാന്ത് എവിടെ? ഉത്തരം അറിയില്ല എന്ന് തന്നെയാണ്. കാരണം അതിനപ്പുറം അവർക്ക് പറയാനൊന്നുമില്ല. എനിക്കറിയില്ല സാറേ, സുഗാന്ത് എവിടെ ഞങ്ങൾക്ക് അറിയില്ല, കുറെ നാളെ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു, സുഗാന്ത് എങ്ങോട്ട് പോയി എന്നറിയില്ല. ചിലപ്പോൾ ഇങ്ങനെ പറയുമായിരിക്കും, ഞങ്ങൾ പോയത് ഇവിടേക്കാണ്, ഞങ്ങളെ എവിടെ കൊണ്ടാക്കിയതിന് ശേഷം ഞാൻ വന്നതിന് ശേഷം മാത്രമേ പുറത്തിറങ്ങാവൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും കടന്നിട്ടുണ്ടാകാം. അത് എവിടെയാണെന്ന് ഞങ്ങൾക്കും അറിയില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ കുറിച്ച് അറിവില്ല, ഒന്ന് കണ്ടെത്തി തരണമെന്നായിരിക്കും ആ അമ്മയും അച്ഛനും പറഞ്ഞിട്ടുണ്ടാകും. തീർച്ചയായിട്ടും ഒരു അമ്മയും അച്ഛനെ സംബന്ധിച്ച് അതൊരു വേവലാതി ഉണ്ടായിരിക്കും. മകൻ എവിടെ പോയതാണ് എന്ന് അറിയില്ല, ഇനി ഈ പറയുന്ന പോലെ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തോ നടക്കമുള്ള ചോദ്യവും സംശയവും ഒക്കെ തന്നെ അമ്മയ്ക്കും അച്ഛനും ഉണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ മറുവശം നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അമ്മയ്ക്കും അച്ഛനും അറിയാം. ഒരു വന്ന കുറ്റം കീഴടങ്ങുന്നത് പോലെ ഒരു കീഴടങ്ങൽ, ഇനി നിന്നിട്ട് മറ്റു കാര്യങ്ങളില്ല, നെറ്റിക്കള്ളിയില്ല, ആ കേസിന്റെയൊക്കെ തന്നെ ചൂടൊന്ന് കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനി വന്ന് കീഴടങ്ങാം, അങ്ങനെയാണോ എന്നും അറിയില്ല. ഏതായാലും ഒരു ബോധോദയം പോലെ സുപ്രഭാതത്തിന് രാവിലെയോട് കൂടിയാണ് എത്തിയിരിക്കുന്നത്. രാവിലെ വന്ന് ഇവർ രണ്ടുപേരും കീഴടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ തുടക്കം നമുക്കറിയാം, അന്ന് സുഗാന്ത് ഫാമിലിയോട് കൂടി തന്നെയാണ് മുങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഈ 3 പേരും കൂടി, അതും പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയും കൊണ്ട് എത്ര ദൂരം ഇവർക്ക് ഓടാനായിട്ട് സാധിക്കും എന്നുള്ളത് നമ്മൾ അന്നേ തുടക്കം മുതൽ തന്നെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ അച്ഛനും അമ്മേനെ സേഫായിട്ട് ഈ പറയുന്ന ഈ ബന്ധു വീട്ടിലോ ആരുടെയെങ്കിലും അടുത്ത് ഏൽപ്പിച്ചിട്ടായിരിക്കും ഇനി പിന്നീട് അങ്ങോട്ടായിരിക്കും സുഗാന്ത് എന്തായാലും ഒറ്റയ്ക്ക് പോയിട്ടുണ്ടാവുക. എത്രയൊക്കെ പറഞ്ഞാലും ഇപ്പോൾ 1 മാസം കഴിഞ്ഞു, മാർച്ച് അവസാനത്തോടു കൂടി തന്നെയാണ്. ഇപ്പോൾ ഏപ്രിൽ കഴിഞ്ഞു, ഇപ്പം മെയ് ആയി. അതും എത്ര കാലമാണെന്ന് കരുതിയാണല്ലോ. കാരണം സ്വന്തം വീട് അവിടെ അടച്ചിട്ടിരിക്കുകയാണ്, അവിടെ അതിങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവിടെ പോലീസ് എത്തി അവിടെ റെയ്ഡ് നടത്തി കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻസും കുറച്ച് കാര്യങ്ങളൊക്കെ ശേഖരിച്ചു എന്ന് പറയുന്നത്. എത്ര കാലം ഇവര് ഒരുപക്ഷെ അച്ഛനമ്മയ്ക്കും തന്നെ തോന്നിക്കാണും എത്ര കാലം ഇങ്ങനെ ഒളിവ് ജീവിതം ഈ ഒരു ബന്ധുക്കളുടെ വീടുകളിൽ മാറി മാറി താമസിക്കാം എന്നുള്ളൊരു ശ്രീജി പറഞ്ഞ ഒരു ബോധോദയം ഉണ്ടായതുകൊണ്ട് തന്നെയായിരിക്കാം അവരിപ്പോൾ വന്നിട്ടുണ്ടാവുക. കാരണം പ്രായമായ 2 ആൾക്കാരാണ്, ആരോഗ്യപരമായി വളരെ എന്തെങ്കിലും മുഖത്തിന് പ്രശ്നം അവർക്ക് ഉണ്ടായേക്കാം. മാത്രമല്ല ഈ മാനസികപരമായിട്ട് ഈ ഒളിവ് ജീവിതം എന്ന് അത്ര സുഖകരമുള്ള ഏർപ്പാടല്ലല്ലോ. കാരണം അത്തരം കുറ്റകൃത്യങ്ങൾ കൂടെ വന്ന പാരമ്പര്യമില്ലാത്തവർക്ക് എന്ന് വിചാരിക്കാം. എന്തായാലും അങ്ങനെ നമുക്ക് അങ്ങനെ കഴിയുക അത്ര എളുപ്പമുള്ള കാര്യം. സ്റ്റേഷനിൽ വന്ന് ഇപ്പോൾ ഇത് പറഞ്ഞ സ്ഥിതിക്ക് അല്ലെങ്കിൽ ഇവർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അവർക്ക് അവരുടെ വീട്ടിൽ പോയിട്ട് താമസിക്കാമെന്ന് തോന്നുന്നു. ഈ ഇടപാടുള്ള ഒരു വീട്ടിൽ താമസിക്കാം. കാരണം എന്തായാലും ഒരു നാണക്കേട് ഉണ്ടാവും. കാരണം ഇപ്പോഴും അന്വേഷണം നടക്കുകയാണ് എവിടെയാണെന്നുള്ളത്. പൊതുവെ അവർ നാട്ടുകാരുടെ മിണ്ടുന്നില്ല എന്നാണ്
പരാതിയുണ്ട്. അപ്പോൾ ഇനി എന്തായാലും തോന്നുന്നു എനിക്കൊരു പക്ഷെ പോലീസ് ഇങ്ങനെ ഒരു ഒളിവ് ജീവിതം വേണ്ടി വരില്ല. പോലീസ് ഇവിടെ സുഗാന്തൻ അന്വേഷിക്കുന്ന കാര്യങ്ങൾ ഒരു സൈഡ് കൂടെ നടത്തും. ഇവർക്ക് ഒരു പക്ഷെ ആ വീട്ടിൽ പോയി താമസിക്കാനുള്ള ഒരു സൗകര്യം എന്തായാലും കിട്ടുമെന്ന് കരുതുന്നു. അതെ, അങ്ങനെ വീട്ടിൽ പോവുകയാണെങ്കിൽ അവർ ആദ്യം കാണാൻ പോകുന്നത് വീടിന്റെ മുന്നിൽ ഒട്ടിച്ചിരിക്കുന്ന ലുക്കൌട്ട് നോട്ടീസ് തന്നെയായിരിക്കും. സുഗാന്തിനെ കണ്ടെത്തണം. ഈ ഫോട്ടോയിൽ കാണുന്ന ഈ സുഗാന്ത് എന്ന് പറഞ്ഞ ഇത്ര വയസ്സായിട്ടുള്ള ഈ ചെറുപ്പക്കാരനെ കഴിഞ്ഞ കുറച്ച് നാളുകളായി കാണുവാനില്ല. അറിയുന്നവർ താഴെ കാണുന്ന മൊബൈൽ നമ്പർ വിളിക്കുക, പോലീസിനെ ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുക. ഈ ഒരു നോട്ടീസ് ആയിരിക്കും അച്ഛനും അമ്മയും ആദ്യം കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ചാക്ക പോലീസ് സ്റ്റേഷനിലെ എസ് ഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മലപ്പുറത്തെത്തി ഈ ഒരു ലുക്കൌട്ട് നോട്ടീസ് വീടിന്റെ മുന്നിലും അവിടെ അടുത്തുള്ള ചുമരിലും വീടിന്റെ പരിസരത്തും ഒക്കെ തന്നെ ഒട്ടിച്ചിരിക്കുന്നത്. ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ സുകുമാരക്കുറിപ്പ് പോലെ തന്നെ ഒരു എക്സ്കോണ്ടിങ് ഈ ഒരു സുഗാന്ത് നടത്തിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. കാരണം ഒരു വിവരവുമില്ല, എങ്ങോട്ട് പോയെന്നില്ല. ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്ന ചെറിയൊരു ഹിന്റ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലുള്ള ചില ബന്ധുക്കളുണ്ട്, അവിടേക്ക് പോയിട്ടുണ്ടോ എന്നാണ് പറയുന്നത്. നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നത് അമേരിക്കയിലോ ഈ പറയുന്ന ജപ്പാനിലോ ഒന്നും അല്ലല്ലോ, നമ്മുടെ ഈ രാജ്യത്ത് തന്നെയല്ലേ. എന്തുകൊണ്ട് ഈ പറയുന്ന പോലെ തന്നെ സുഗാന്തിനെ പിടിക്കാൻ നമ്മുടെ കേരള പോലീസിന് സാധിക്കുന്നില്ല? 2 സംഘമായിട്ടാണ് തിരഞ്ഞാണ് ഇവർ അന്വേഷിക്കുന്നത്. എന്നിട്ടും പൊടിപോലും അതെ IB ഉദ്യോഗസ്ഥരുമുണ്ട്, എന്നിട്ടും പൊടിപോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പറയുന്ന പോലെയാണ്. ഒരിടത്തുമില്ല സുഗാന്ത്. ഇനി നമുക്ക് ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് കോടതിയിൽ നേരിട്ട് ഹാജരാകുമോ എന്നുള്ളതാണ്. ഈ പറയുന്ന പോലെ തന്നെ സുഗാന്തിന്റെ അച്ഛനും അമ്മയും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് നേരിട്ട് കീഴടങ്ങിയത് കൊണ്ട് കീഴടങ്ങി. അല്ലെങ്കിൽ അവരെയും അല്ലെങ്കിൽ അവരെയും അന്വേഷിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല. എന്താണ് ഇതിന് പിന്നിലെ ഒരു ഊഹാപോഹങ്ങൾ എന്നറിയില്ല. എന്തായാലും ഇവിടെ നമ്മൾ മറ്റേ കോട്ടയത്ത് കുറച്ച് ദിവസം മുമ്പാണ് തിരുവാതിക്കലിലെ 2 ഇരട്ട കൊലപാതകം നടന്നത്. പ്രതിന് 24 മണിക്കൂറിനുള്ളിലാണ് പിടികൂടിയത്. ഇത് കൊലപാതകമാണ്, അതിക്രൂരമായിട്ടുള്ള കൊലപാതകമാണ്. എന്നിരുന്നാൽ കൂടി ഇത്തരത്തിൽ തെളിവുകളൊക്കെ തന്നെ ലഭിച്ചിട്ടും അത് മാത്രമല്ല എവിടെയും ഒരു CCTV ദൃശ്യമൊന്നും പുറത്തു വന്നിട്ടില്ല. അതാണ് ഇത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഈ നമ്മൾ എവിടെയാണെങ്കിലും മുക്കിലും മൂലയിലൊക്കെ തന്നെ CCTV ക്യാമറ എല്ലായിടത്തും ഉണ്ട്. എന്നിട്ട് പോലും എവിടെയും ഒരു CCTV ദൃശ്യം പോലും സുഗാന്ത് ഈ വഴിയിലൂടെ പോയി അല്ലെങ്കിൽ ഇവിടെ നിന്ന് ബസ്സിൽ കയറി ഈ ബസ് സ്റ്റാൻഡിൽ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. പക്ഷെ ഇനി ചിലപ്പോൾ സാധ്യമായിരിക്കും. കാരണം അമ്മയും അച്ഛനും അവസാനം ഇവിടേക്കാണ് എത്തിയത് എന്ന് പറയുമ്പോൾ അവിടേക്ക് അതുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ്, ഏത് വാഹനം ഉപയോഗിച്ചു, കാറിലാണോ ട്രെയിനിലാണോ, എങ്ങനെയാണ് നിങ്ങൾ പോയത് നടക്കമുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഉത്തരം പറയാനുള്ള സാധ്യതയുണ്ട്. അവർ സത്യസന്ധമായി ഒരു സംശയം ഈ ബാങ്കിൽ നിന്നൊക്കെ പൈസ പിൻവലിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അവർക്ക് ബാങ്കിന് അതിനെ കുറിച്ചിട്ട് ഇൻഫർമേഷൻ കിട്ടും. അത് പോലീസിന് കൈമാറാവുന്നല്ലേ ഉള്ളൂ. ATM എന്നൊക്കെ പൈസ പിൻവലിക്കുമ്പോൾ നമുക്ക് അറിയാൻ മനസ്സിലാക്കാൻ സാധിച്ചത് പാസ്ബുക്ക് ഒന്നും കൊണ്ടുപോയല്ല. പാസ്ബുക്ക് ATM മൊബൈൽ ഫോൺ ഒക്കെ തന്നെ വീട്ടിൽ ഉപേക്ഷിച്ച് പോയി പൈസ ഇല്ലാതെ അല്ലെങ്കിൽ പിന്നെ അത്രയും പൈസ കയ്യിൽ കരുതിയിട്ട് വേണം പോയിട്ടുണ്ടാവുക. ബാഗിൽ അത്രയും പൈസ എടുത്തിട്ട് അതിനുശേഷമായിരിക്കും പോയിട്ടുണ്ടാവുക. ഒരാളുടെ പോലും സഹായമില്ലാതെ ഒരു വ്യക്തിക്ക് നമ്മുടെ നാട്ടിൽ ഒളിവ് ജീവിതം കഴിയാൻ പറ്റില്ല. ഒളിവ് ജീവിതത്തിൽ കഴിഞ്ഞു പോകാൻ കഴിയില്ല. കാരണം ഇന്ന് നമ്മുടെ നാട്ടിലെ സമൂഹ മാധ്യമങ്ങളുടെ വിളയാട്ടമാണ് എല്ലായിടത്തും. അപ്പോൾ ഈ സുഗാന്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ മുഖം ഇപ്പോൾ എല്ലാവർക്കും പരിചിതമാണ്. നമ്മളിപ്പോ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് ആ റോസ് കളർ ഷർട്ട് ഇട്ട് തീകി നിൽക്കുന്ന ഫോട്ടോ. അപ്പോൾ ഇത് രണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫോട്ടോസ് ആണ്, അല്ലെങ്കിൽ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ സുഗാന്തിനെ ഒളിവ് ജീവിതം എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമില്ല. പക്ഷെ അത് എളുപ്പമാകുന്നത് എങ്ങനെയാണ്? ചുറ്റുപാടും സഹായിക്കാൻ ആൾബലവും അതുപോലെ തന്നെ ഈ പണത്തിന്റെ ബലവും ഉള്ളപ്പോൾ ഇതെല്ലാം തന്നെ എളുപ്പമായി മാറുകയാണ്. ഇനി ഒരു പക്ഷേ സുഗാന്തിനും പോലീസിനും ഉള്ള ഇടയിലുള്ള ദൂരം വളരെ കുറയാനുള്ള സാധ്യതയുണ്ട്. കാരണം അച്ഛനും അമ്മയും ഒരു പക്ഷേ എല്ലാ കാര്യങ്ങളും പറയാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും എല്ലാ കാര്യം എന്ന് പറയുന്നത് എത്രത്തോളം പറയുമെന്നാണ്. കാരണം അവർക്ക് കൃത്യമായി അറിയാം, പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അറിയാമെന്നുള്ള എല്ലാ കാര്യം പറയേണ്ടി വരുമെന്ന് കൃത്യമായി അറിയാം. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കീഴടങ്ങണമെങ്കിൽ സത്യസന്ധമായാണ് കീഴടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർ ഒന്നും ഒളിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ പലതും ഒളിക്കുന്നുണ്ടെന്ന് പറയും. ആദ്യമേ നമുക്ക് ഈ ഒരു അച്ഛനും അമ്മയിലേക്കും ആരോപണം ഉയരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അച്ഛനും അമ്മയും പറഞ്ഞിട്ടാണ് സുഗാന്ത് ഈ ഒരു ബന്ധത്തിൽ നിന്ന് വിട്ടുനിന്നത് നടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എന്തായിരിക്കാം ഒരു പക്ഷേ ഇനി ഈ പറയുന്ന പോലെ മേഘയുടെ അച്ഛൻ ഈ പറയുന്ന അച്ഛനും അമ്മയും കാണാൻ പോകുമോ? ഈ പറയുന്ന പോലെ തന്നെ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് മരണപ്പെട്ട ആത്മഹത്യ ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഈ അച്ഛനും അമ്മയും കാണാൻ വരുമോ എന്നറിയില്ല. ഈ സുഗാന്തിന്റെ അച്ഛനെയും അമ്മയും ഈ പെൺകുട്ടിയുടെ അച്ഛൻ കാണാൻ ചെല്ലുമോ എന്നും അറിയില്ല. കാരണം ആ അച്ഛൻ ഇനി തിരിഞ്ഞും പിരിഞ്ഞ് നോക്കാനായിട്ട് ഒന്നും ഇല്ലല്ലോ. കാരണം അച്ഛനെ അറിയണം. അതുപോലെ തന്നെ മകളുടെ ഈ ഒരു മരണത്തിന് കാരണക്കാരനായിട്ടുള്ള ആ വ്യക്തിയെ പോലീസ് പിടിക്കണം. അത് തന്നെയാണ് അച്ഛൻ്റെ ആഗ്രഹം. എന്തായാലും നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. കാരണം ദിവസങ്ങൾക്ക് ഇപ്പുറം ഇങ്ങനെ ഒരു അപ്ഡേഷൻ വരുന്നു. ഉടനെ തന്നെ പോലീസ് സുഗാന്തിനെ പിടിക്കുമെന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാവുന്നത്. നമുക്കറിയില്ല കേരള പോലീസിന്റെ ചില നേരത്തെയുള്ള സ്വഭാവങ്ങൾ എങ്ങനെയൊക്കെയാണ് മാറി പറയുന്നത് അറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.